ഹിസ്റ്ററി ബ്ലെൻഡഡ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഭൂതങ്ങൾ പണിഞ്ഞെന്നാണോ ത്രേസ്യ പറയുന്നത്? പക്ഷെ ഇതിനകത്തുള്ള പാലത്തിന് ആണ് ശരിക്കുള്ള ഹിസ്റ്ററി ഉള്ളത്. ത്രേസ്യ പറയുന്നത് ഇത് എന്താണ് കോതമംഗലത്തെ ബീച്ചാണെന്നാണ്. ഞാൻ വന്ന വഴി തിരിച്ചോടി അട്ടാതെ പറഞ്ഞിട്ട് എണ്ണൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ സായുവിന്റെ ഒക്കെ ചോര കുടിച്ചിട്ട് നമ്മള് കത്തിച്ചു കളഞ്ഞത്. ത്രേസ്യ പറയുന്നത് ഇവിടെ അനക്കൊണ്ട ഉണ്ടെന്നുള്ള രീതിയിലും. അതുപോലെ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ മൂക്ക് കുത്തി, ഞാൻ മുടി കളർ ചെയ്ത് ഗൈസ്. ഇങ്ങനെ കളർ ചെയ്തിരിക്കുന്നത് കാത്തുകുത്തി കാണാൻ പറ്റുന്നുണ്ടോ? പോടാ പൊക്കോ, ആ വഴി പൊക്കോ, നീ ഒരു പ്രശ്നമില്ലടാ. ഇത്രയേ ഉള്ളൂ കാര്യം. ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്താൽ മതി. ഇവളിപ്പൊ പറഞ്ഞു ഇപ്പൊ പറയുന്ന കോതമംഗലത്തിന്റെ ബ്യൂട്ടി തീർന്നിട്ടില്ല. ഇതാണ് ഗൈസ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ഒരു മാങ്ങ അറിയാതെ വന്ന് മാങ്ങ തിന്നാൻ വേണ്ടി വന്നിട്ട് എനിക്കറിയത്തില്ല ഗൈസ്. നോക്ക്, നല്ലൊരു പാൻറ്റായിരുന്നു. ഇവിടുത്തെ ഞാൻ 2 മൈനെ കണ്ട് തെങ്ങണ്ടട്ടെ. അതെ, ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന ആള് കാരണമാണ് ആ പ്ലേൻസ് ഒരു ബേർഡ് സാഞ്ചുറി ആക്കി മാറ്റിയതിന് കാരണം. ഇവള് ക്യാറ്റ് വാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഞാനിവിടെ മുതകിട്ട് വീട്ടിൽ ലക്ഷണമൊക്കെ കാണുന്നത്. ഇത് ഫാമേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിയിട്ട് മാത്രം ബിൽഡ് ചെയ്തൊരു ബ്രിഡ്ജാണ്. ഇപ്പൊ ഇതൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായിട്ട് മാറി. ആലപ്പുഴ എന്ന് പറയുന്നത് ചുമ്മാ ഒരു സ്ഥലമല്ല. നിങ്ങൾ കുറെ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ വെള്ളത്തെ പറ്റി കുറെ അറിയേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾ ആലപ്പുഴ ഗൈസ്. എനിക്ക് തൊണ്ടയ്ക്ക് വേദനയാണ്. പഴമക്കാർ തൊണ്ടയ്ക്ക് വേദനയുള്ളപ്പോൾ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യണമെന്ന്.